എല്ലാ കൂട്ടുകാർക്കും മൈ ക്യാപ്റ്റന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 480 എന്ന് പറയുന്ന പുതിയ പ്രോസസ്സറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഒരു സോറി പറയേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ പ്രോപ്പറായിട്ടൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. അത് വർക്കിൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ അല്ലാതുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് നമ്മുടെ കൂടെ വേണം. അപ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൺ 480 എന്ന് പറയുന്ന പ്രൊസസ്സറിൻ്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സും ഒക്കെ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ 480 എന്ന് പറയുന്നത് ഒരു 4th സീരീസ് പ്രൊസസ്സറാണ്. നമുക്കറിയാം 4th സീരീസ് പ്രൊസസ്സർ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു 10,000 രൂപ റേഞ്ചിൽ താഴേക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ 10,000 രൂപയ്ക്ക് താഴെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വരുന്ന 480 എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സർ ഒരു 5G പ്രൊസസ്സറാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ബഡ്ജറ്റ് റേഞ്ചിലേക്ക് ഒരു 5G ഫോൺ വരാനുള്ള ചാൻസ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഓൾറെഡി ഒപ്പോയും വിവോയൊക്കെ ഈ പ്രൊസസ്സർ വെച്ചിട്ട് 5G ഫോൺ കൊണ്ടുവരുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചർ എന്തൊക്കെ ഫീച്ചറുകളായിരിക്കും അതിൽ വരാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 4th സീരീസിലെ ആദ്യത്തെ ഗ്ലോബൽ 5G പ്രൊസസ്സറാണ് ഈ സ്നാപ്ഡ്രാഗൺ 480 എന്ന് പറയുന്ന പ്രൊസസ്സർ. അതോടൊപ്പം തന്നെ പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ച് ഇതൊരു 8nm ഫാബ്രിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചേക്കുന്ന പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ച് ഇതിന് വളരെ പവർ സേവിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരും 8nm ആയതുകൊണ്ട്. ആദ്യമായി 4th സീരീസിൽ ട്രിപ്പിൾ ISP വരുന്ന ഒരു പ്രൊസസ്സർ കൂടിയാണ് ഈ സ്നാപ്ഡ്രാഗൺ 480 എന്ന് പറയുന്ന പ്രൊസസ്സർ. പിന്നെ ഈ പ്രൊസസ്സറിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ HD+ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും. അത് മാത്രമല്ല 120 Hz റീഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും ബഡ്ജറ്റ് റേഞ്ചിലേക്ക് നമുക്ക് 120 Hz റീഫ്രഷ് റേറ്റും അതുപോലെ തന്നെ ഫുൾ HD+ ഡിസ്പ്ലേയും സപ്പോർട്ട് വരികയാണ്. ഈ പ്രൊസസ്സറിൽ വന്നിരിക്കുന്നത് കോൾകോമിന്റെ ക്രയോ 460 എന്ന് പറയുന്ന CPU ആണ്. പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ച് 100% ഇംപ്രൂവ് ആണ് കമ്പനി ഉണ്ടായിട്ടുള്ളതാണ് കമ്പനി പറയുന്നത്. അതുകൂടാതെ ഇതിൽ വന്നിരിക്കുന്ന GPU എന്ന് പറയുന്നത് Adreno 619 ആണ്. അതും പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ച് 100% ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ Wi-Fi 6 ആണ് ഇതിൽ വരുന്നത്, ബ്ലൂടൂത്ത് 5.1, ഒപ്പം WPA3 സെക്യൂരിറ്റിയും വരുന്നുണ്ട്. 4th സീരീസിൽ ആദ്യമായിട്ടാണ് ക്വിക്ക് ചാർജ് 4+ വരുന്നത്. അത് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊസസ്സറാണ് ഈ സ്നാപ്ഡ്രാഗൺ 480 എന്ന് പറയുന്ന പ്രൊസസ്സർ. കോൾകോം സ്നാപ്ഡ്രാഗൺ X51 RF സിസ്റ്റം വരുന്ന 5G മോഡമാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിന്റെ പീക്ക് ഡൗൺലോഡ് സ്പീഡ് എന്ന് പറയുന്നത് 2.5 Gbps ആണ് 5Gയിൽ. ഇത് LTE 4Gയിലേക്ക് വരുമ്പോൾ 800 Mbps ആയിരിക്കും ഡൗൺലോഡ് സ്പീഡ്. അതുപോലെ തന്നെ ഇതിന്റെ പീക്ക് അപ്ലോഡ് സ്പീഡ് എന്ന് പറയുന്നത് 660 Mbps ആണ് 5Gയിൽ വരുന്നത്. LTE 4Gയിലേക്ക് വരുമ്പോൾ ഇത് 210 Mbps ആയിരിക്കും. കൂടാതെ ഗ്ലോബൽ 5G ഡ്യുവൽ സിം സപ്പോർട്ട് വരുന്നുണ്ട് ഈ പ്രൊസസ്സറിൽ. കൂടാതെ ആക്യുറേറ്റ് ആയിട്ടുള്ള GPS കിട്ടാൻ വേണ്ടി ഡ്യുവൽ ഫ്രീക്വൻസി GPS ആണ് വരുന്നത്. ഒപ്പം ഇന്ത്യയുടെ നാവിക്കും വരുന്നുണ്ട്. ഇതൊരു ഒക്ടാ കോർ പ്രൊസസ്സറാണ്. ഇതിന്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2 GHz ആണ്. USB-C ടൈപ്പ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇമേജ് സിഗ്നൽ പ്രൊസസ്സർ എന്ന് പറയുന്നത് കോൾകോമിന്റെ സ്പെക്ട്ര 345 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12-bit ട്രിപ്പിൾ ISP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിംഗിൾ ക്യാമറ ആണെങ്കിൽ 64 MB വരെ ഈ പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യും. കൂടാതെ HEIF, HEIC എന്ന ഫോർമാറ്റിലൊക്കെ നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കോഡിംഗ് എന്ന് പറയുന്നത് H.264, H.265 അതുപോലെ തന്നെ VP9 ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാം ആണ്. അത് 2133 MHz സ്പീഡ് വരെ വർക്ക് ചെയ്യും. മെമ്മറി ടൈപ്പ് എന്ന് പറയുന്നത് eMMC ആണ്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് eMMC 5.1 അതുപോലെ തന്നെ UFS 2.2 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പുതിയ ഫോൺ വാങ്ങുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വാങ്ങുക. കാരണം എന്തായാലും ഇനി ബഡ്ജറ്റ് സെഗ്മെന്റിലേക്ക് 5G ഫോൺ വരികയാണ്. അപ്പോൾ ഫ്യൂച്ചർ പ്രൂഫായിട്ട് ഫോണുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി 5G ഫോണുകളുടെ കാലമാണ്. 5G നെറ്റ്വർക്ക് ഇതൊരിക്കലും നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടില്ല. ജിയോ പറഞ്ഞിരിക്കുന്നത് 2021 5G വരുമെന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2022 പകുതിയോടൊക്കെ എല്ലാവർക്കും 5G കിട്ടി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അതല്ല വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ കമന്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അത് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.